ഹൈ പ്രൈസ് ലോർഡ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ യേശു കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. ഈ നാളുകളിൽ ഗുഡ് ഫ്രൈഡേ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ഭാഗം മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലിങ്ങനെ വായിച്ച് വരുമ്പോഴേക്കും യേശു കർത്താവ് പെസഹ ആചരിച്ചതിന് ശേഷം ഗെത്സെമേലെ പ്രാർത്ഥനയ്ക്ക് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ യേശു കർത്താവ് പറയുകയാണ്, വരുന്ന മണിക്കൂറുകളിൽ നിങ്ങളെല്ലാവരും ചിതറിപ്പോകും. ഇത്രയും നാളും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു, എല്ലാം കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ ചിതറിപ്പോകും. ആ സമയത്ത് പത്രോസ് ഏറ്റവും തീവ്രമായ വിശ്വാസം, ദൈവത്തോട് കൂടെ നടക്കണം, മരിക്കണം, ദൈവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പത്രോസ് പറയും, ഇവരെല്ലാവരും ഇടറിപ്പോകും, പക്ഷെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. അതിന് യേശു കർത്താവ് പറഞ്ഞു, ഇല്ല, ഈ വരുന്ന സമയങ്ങളിൽ ഇനി കോഴി 2 പ്രാവശ്യം കൂകുന്നതിന് മുൻപ് ഈ രാത്രിയിൽ പത്രോസെ നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അപ്പോൾ പത്രോസ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ തന്നെ അവരെല്ലാവരും പറഞ്ഞു. കൂടെ നിന്ന തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, ശരി, പത്രോസ് ഒരു കാരണവശാലും സാധ്യതയില്ല, പത്രോസ് തള്ളി പറയത്തില്ല. പക്ഷേ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ യേശു കർത്താവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ പത്രോസ് തള്ളി പറഞ്ഞു, ഞാൻ ഇവനെ അറിയുന്നില്ല. പിന്നെ അവസാനം പറയുന്നത് അവൻ പ്രാഗവരം ചെയ്തു, ഞാനവനെ അറിയത്തില്ല, എന്ത് നാശമാണ് എന്ന രീതിയിലും പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇതാ. ചില സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവമായുള്ള ബന്ധത്തിൽ പലപ്പോഴും വിള്ളലുകൾ സംഭവിക്കും. നമുക്കെല്ലാവർക്കും പറ്റുന്ന പോലെ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. പക്ഷേ ഉയർപ്പിന് ശേഷം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കാണുമ്പോൾ അവിടെ പത്രോസിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു? ദാറ്റ് ഈസ് എ റിയൽ ലവ്. ഇതാണ് യഥാർത്ഥ സ്നേഹം. തന്നെ തള്ളിപ്പറഞ്ഞവൻ, തന്നെ പ്രാഗിയവൻ, തന്നെ ഒഴിവാക്കി വിട്ടവൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറയുക, നീ എന്നെ സ്നേഹിക്കുന്നു? അവിടെ പത്രോസ് ചങ്ക് പൊട്ടി 3 പ്രാവശ്യം പറയുന്നു, യേശുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ആ പത്രോസാണ് സഭയുടെ അടിസ്ഥാനമായി കാണുന്നത്. ഏത്? തള്ളിപ്പറഞ്ഞ പത്രോസ്. അപ്പം മാറ്റി നിർത്താനും ഒഴിച്ചു നിർത്താനൊക്കെ മനുഷ്യന്മാർക്ക് പറ്റും. പക്ഷേ യേശു കർത്താവ് പറയുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം എന്നും നമ്മളോട് കൂടെ ഉണ്ടാകും. നിങ്ങളിന്ന് പ്രയാസപ്പെടുന്നുവെങ്കിൽ, ഭാരപ്പെടുന്നുവെങ്കിൽ, നിങ്ങളൊരു പക്ഷേ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു ജീവിച്ചുവെങ്കിലും നിങ്ങളുടെ മുൻപിൽ ഒരു ചോദ്യം എപ്പോഴും ഉണ്ടാകും. യേശു കർത്താവ് ഏത് മൊമെൻറ്റിലും നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിൻ്റെ ഉത്തരം, നമ്മൾ മറുപടി എന്തായിരിക്കും? സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ചേർത്ത് പിടിക്കും.